ഓൺലൈൻ ടാക്സി രംഗത്ത് നിരക്ക് ഏകീകരണം വേണമെന്ന ആവശ്യവുമായി ഡ്രൈവർമാർ രംഗത്ത്. ഓൺലൈൻ ടാക്സി കമ്പനികളുടെ ചൂഷണം അവസാനിപ്പിക്കണമെന്നും ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു. കമ്പനികളുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ 12 മണിക്കൂർ പണിമുടക്കും നടത്തി. ഓൺലൈൻ ടാക്സി കമ്പനികൾ ചൂഷണം ചെയ്യുകയാണെന്നും ഈ രംഗത്ത് നിരക്ക് ഏകീകരണം വേണമെന്നുമാണ് ഡ്രൈവർമാരുടെ ആവശ്യം. ഓൺലൈൻ ടാക്സി കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ 12 മണിക്കൂർ പണിമുടക്കും എറണാകുളം കളക്ടറേറ്റിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു. CITU, AITUC യൂണിയനുകളുടെ പിന്തുണയോടെയായിരുന്നു ഡ്രൈവർമാരുടെ സമരം. പ്ലാറ്റ്ഫോം ഫീസ്, മിതമായ കമ്മീഷൻ എന്നിവയിൽ ഒന്ന് മാത്രം നടപ്പാക്കുക, ഓൺലൈൻ ടാക്സികൾക്ക് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച മിനിമം നിരക്ക് നടപ്പാക്കുക, പിക്കപ്പ് ദൂരം 2 കിലോമീറ്ററായി നിജപ്പെടുത്തുക, അധിക പിക്കപ്പ് ദൂരത്തിന് നിരക്ക് ഏർപ്പെടുത്തുക തുടങ്ങിയവയാണ് ഡ്രൈവർമാരുടെ ആവശ്യം. ഇവിടെ കമ്പനികൾ മത്സരിക്കുകയാണ്. കമ്പനികൾ മത്സരിക്കുമ്പോൾ റേറ്റ് കുറച്ച് കൊണ്ടുവന്ന് ഇവിടുത്തെ ടാക്സി ഓടുന്ന ഡ്രൈവേഴ്സിന് ഒരു വേതനം, സ്ഥിരമായ ഒരു വേതനം കിട്ടുന്നില്ല. അപ്പോൾ ഇതിനെതിരെ സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവരണം. ഞങ്ങൾക്ക് ഏകീകൃത നിരക്ക് വേണം. ഇവിടെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം കമ്പനികളായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, പല പ്രാവശ്യം സൂചനാ സമരം നടത്തിയിട്ടുണ്ട്. അവർ നമ്മളൊന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അത് അവരുടെ ഹുങ്കാണത്. ആ ഹുങ്ക് അവസാനിപ്പിക്കേണ്ടത് ഇവിടുത്തെ ബാധ്യത, സർക്കാരിന് ബാധ്യതയുണ്ട്. ഏകീകൃത നിരക്ക് ഇല്ലാത്തതിനാൽ തന്നെ തുച്ഛമായ വരുമാനമാണ് ലഭിക്കുന്നതെന്നും ഡ്രൈവർമാർ ചൂണ്ടിക്കാട്ടി. ഞങ്ങളെ പെരുന്നാൾ കഴിഞ്ഞോളൂ, വീട്ടിലെ കുട്ടികൾക്ക് പോലും ഡ്രസ്സ് എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ കടന്നുപോയത്. ആ വണ്ടിയുടെ ഫിനാൻസ് പോലും ഏകദേശം 4 മാസമായിട്ട് എന്നെ മുടിയേക്ക് ഇറങ്ങിയാണ്. മിനിമം വേതനം, സുരക്ഷ, തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തുടങ്ങിയവയാണ് ടാക്സി ഡ്രൈവർമാരുടെ ആവശ്യം. പരാതികൾ പലതും നൽകിയിട്ടും സർക്കാരോ കമ്പനികളോ കേട്ട ഭാവമില്ലെന്നാണ് ഇവരുടെ ആക്ഷേപം. ഈ സ്ഥിതി തുടർന്നാൽ ശക്തമായ സമരത്തിലേക്ക് പോകാനാണ് സംഘടനകളുടെ ആലോചന. അമൃത ന്യൂസ്, കൊച്ചി.